ഇതിങ്ങനെ കൂട്ടിയിടാം. അപ്പോൾ അതിൽ നമ്മൾ മുതൽ മുടക്കൊന്നുമില്ല, കാരണം കുമ്മായം മാത്രം ചിലപ്പോൾ പൈസ കൊടുത്ത് വാങ്ങണ്ടുള്ളൂ. അപ്പോൾ ഇതിന് എല്ലാം ചാക്കിലാക്കിയാന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി മണ്ണൊരുക്കുമ്പോൾ ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ പലരും നേരിടുന്ന ഒരു വിഷയമാണ്. കാരണം ഓരോ പ്രദേശത്തുള്ള മണ്ണ് വെച്ചാൽ അവയിൽ ഏത് ചെടി നട്ട് കഴിഞ്ഞാലും ചെടി മുരടിച്ചിക്കുക. എന്നുവെച്ചാൽ ചെടിയിൽ കാര്യപ്പെട്ട വളർച്ച ഉണ്ടാവില്ല, വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അത് പ്രധാനമായിട്ടും നേരിടുന്ന ആരൊക്കെ എന്ന് വെച്ചാൽ ഈ മണ്ണ് കോറിയിലെ മണ്ണ് കൊണ്ടുപോയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, അങ്ങനെ അതേപോലെ ചില ഏരിയയിലെ മണ്ണുണ്ടാവും, നമ്മൾ പാറ പോലെ ഉറച്ച് കിടക്കും. നമ്മൾ എന്ത് ഇതാക്കില്ല, എത്ര വെള്ളം ഒഴിച്ചാലും ഡ്രൈ ആയിട്ട് തന്നെ കിടക്കും. അങ്ങനത്തെ മണ്ണിൽ കൃഷി ചെയ്യുന്നവർ, അതേപോലെ തീരദേശത്ത് ഉള്ള മണ്ണിൽ കൃഷി ചെയ്യുന്നവർ, അവർ വളങ്ങളൊക്കെ ഇട്ടിട്ടാണ് നട്ടിട്ടുണ്ടാവും. എന്നാലും ചെടിക്ക് അത് വലിച്ചെടുക്കാൻ കഴിയില്ല. ചെടി മുരടിച്ച് തന്നെ നിൽക്കും, ചിലപ്പം ചെടി നശിച്ചു പോവുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ മണ്ണിനെ ചില ഏത് തരം മണ്ണിനെ ആണെങ്കിലും നമുക്ക് ജൈവാംശം ഉള്ളതാക്കി എങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതുവെച്ചാൽ നമ്മൾ ചെടി നട്ടാൽ ഉടനെ തന്നെ ആ വളങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ എങ്ങനെ ആക്കാൻ പറ്റും, മണ്ണിനെ ഒരുക്കാൻ വേണ്ടി പറ്റും. ആ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അധികം ആൾക്കാർ എൻ്റെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ ചെടീൻ്റെ കാര്യങ്ങൾ എനിക്ക് അയച്ചു തരുമ്പോൾ അവരുടെ മണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു തരും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സുഹൃത്ത് അയച്ചു തന്നിരുന്നു. ആ സുഹൃത്തിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മലയോര മേഖല പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ മണ്ണ് പാറ പോലെ ഉറച്ചിരിക്കുക. അപ്പോൾ ആ മണ്ണിൽ സുഹൃത്ത് ജൈവവളങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെടി നട്ടത്. അയച്ച ചാണകപ്പൊടി ഇതോ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടാണ് ചെടി നട്ടത്. പക്ഷെ ചെടി എന്താ ഒരു മാസം കഴിഞ്ഞപ്പോൾ ചെടി ഉണങ്ങിപ്പോയി. ഇതേപോലെ തന്നെ ആലപ്പുഴ ഭാഗത്തുള്ള ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവർ ഒരുപാട് കാരണം ആശിച്ചിട്ട് കൃഷി ചെയ്യുന്നതാണ്. പക്ഷെ എത്ര വളം ഇട്ട് കൊടുത്തിട്ടും അവിടുത്തെ ചെടികളൊക്കെ നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം പല രീതിയിലുള്ള ഡെഫിഷ്യൻസി. അതെന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് ഒരു ചെടി വാങ്ങിയ ആ ഗ്രോ ബാഗിൽ എന്ന് പറഞ്ഞാൽ അതിൽ മണ്ണിൽ പോഷകങ്ങൾ കുറവായിരിക്കും. കാരണം അവരൊക്കെ നഴ്സറിക്കാരൊക്കെ ഫോളിയർ വഴിയായിരിക്കും വളങ്ങൾ കൊടുക്കുക എന്നുണ്ടെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെടിക്ക് ഓൾറെഡി പോഷകം കുറഞ്ഞിട്ടാണ് നമ്മളെ കൈമിൽ കിട്ടുന്നത്. ഇത് നമ്മൾ ഇപ്പം മണ്ണ് ചിലർ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് നടും, ചിലർ കൊണ്ടുവന്ന് അപ്പം തന്നെ നടും. അപ്പോൾ ഇത് നേരിട്ട് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചാണകപ്പൊടി വളങ്ങളിട്ട് കൊടുത്താൽ ചെടിക്ക് ഒരു കാരണവശാലും ഇത് ആ സ്പോട്ടിൽ തന്നെ ആ വളം വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അതൊന്ന് ലയിച്ച് രൂപ ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും 2-3 ആഴ്ച കഴിഞ്ഞ് ഒരു മാസത്തിൻ്റെ അടുത്ത് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം വരെ ചെടിക്ക് പിടിച്ച് നിൽക്കാനുള്ള പോഷകങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇനി മണ്ണ് ന്യൂട്രൽ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, മണ്ണ് അസിഡിക് ആണെന്നുണ്ടെങ്കിൽ ഇനി ഇതിപ്പോൾ രൂപത്തിലായാലും ചെടിക്ക് വലിച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ചെടി നമ്മൾ നട്ടിട്ടും ചെടി വളർച്ചയില്ലാതെ ഉണങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നേരിടുന്നത് ഈ ഒരു വിഷയത്തിൽ. കാരണം മണ്ണിൽ പോഷകങ്ങൾ ഇല്ലാതിരിക്കുക. കാരണം ചെടി നമ്മൾ നടുന്ന ടൈമിൽ തന്നെ ഒരു 2-3 ദിവസം കൊണ്ട് ചെടിക്ക് മണ്ണിലൂടെ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ അത് നടക്കാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മളൊക്കെ ഇപ്പോൾ ഞാനാണെങ്കിലും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചെടി നമ്മൾ മാറ്റി നടുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡെഫിഷ്യൻസി വരുന്നത് മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ ഇലകളിൽ ഫോളിയർ വഴി വളങ്ങൾ കൊടുക്കണം എന്നുള്ളത്. കാരണം മണ്ണിലൂടെ ചെടിക്ക് ആ ഒരു ടൈമിൽ കിട്ടൂല. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഒരു 5 ദിവസം ഗ്യാപ്പിലോ അല്ലെങ്കിൽ ഒരു ആഴ്ചയിലൊക്കെ ഒരിക്കലായിട്ട് NPK 19 ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കൊടുക്കുമ്പോൾ ചെടിക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള NPK 19% വെച്ചിട്ട് ഈക്വലായിട്ട് ചെടിക്ക് അവിടെ കിട്ടും. അതേപോലെ മൈക്രോ ന്യൂട്രിയൻസും കറക്റ്റ് ഈക്വലൊക്കെ. അപ്പോൾ നമ്മൾ ചെടി നടുന്ന ടൈമിൽ ജൈവവളം ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇലകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ചെടിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക. അപ്പോൾ അതും കൊടുത്തിട്ടില്ലെങ്കിലാണ് ചെടിക്ക് യാതൊരുവിധ രീതിയിലും പോഷകങ്ങൾ കിട്ടില്ല എന്ന് തോന്നുമ്പോഴാണ് ചെടികൾ അത് നശിച്ചു പോകുക. കാരണം ഒന്നും കിട്ടിയില്ലെങ്കിൽ ചെടികൾ എന്തായാലും നശിച്ചു പോകില്ല, അങ്ങനെ നശിച്ചു പോകും. അപ്പോൾ ഞാനിന്ന് പറയുന്നത് എന്താ വെച്ചാൽ, മടിയുള്ളവർക്ക് പറ്റുന്ന പണിയല്ലത്. കാരണം മടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ പലരും ചോദിക്കുന്നതാണ് ചെടി നടുമ്പോൾ എങ്ങനെയാണ് പോട്ടി മിക്സ് റെഡിയാക്കട്ടെ, എങ്ങനെയാക്കുക. നിങ്ങളെ അവിടുത്തെ മണ്ണ് ജൈവാംശം ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഇനി ജൈവാംശം ഉള്ളതാണെന്ന് ബോധ്യപ്പെട്ടാലും നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ പറ്റും. അതുവെച്ചാൽ ഗ്യാപ്പുള്ള ടൈമിൽ, ഒഴിവുള്ള സമയങ്ങളിൽ നിങ്ങൾ അവിടുത്തെ മണ്ണ് കൊത്തി ഇളക്കിയിടാം. ഇപ്പോൾ ഉറച്ച് കിടക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് കൊത്തി ഇളക്കിയിട്ട് ലേശം പൊടി രൂപത്തിലായിട്ട് കൂട്ടിയിടാം. അതേപോലെ ഇപ്പോൾ തീരദേശത്തുള്ള മണ്ണാണെന്നുണ്ടെങ്കിലും കുറച്ച് ഇതൊക്കെ ഒന്നെങ്കിലും ഒരു കുണ്ട് കുഴിച്ചിട്ട് ആ കുണ്ടിലേക്ക് തന്നെ ഇടുന്ന രൂപത്തിലേക്കാണ് ആക്കേണ്ടത്. അപ്പോൾ മണ്ണ് ആദ്യം കൊത്തി ഇളക്കി ഇട്ടതിന് ശേഷം അതിലേക്ക് ആദ്യം കുമ്മായിട്ട് കൊടുക്കും. കുമ്മായിട്ട് കൊടുത്തിട്ട് നമ്മളെ വീട്ടിൻ്റെ പറമ്പിലോ ഒക്കെ ഉണ്ടാവില്ല അടിക്കാടായിട്ട് പച്ചിലകൾ, കരിയിലകളൊക്കെ. പക്ഷേ പച്ചിലകളൊക്കെ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ചുറ്റിലും മതിൽമേൽ ഇവിടെ ഒക്കെ ഉണ്ടാവും, മുറ്റത്തൊക്കെ ഉണ്ടാവും.
ആ പച്ചിലകളൊക്കെ എടുക്കുക, ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിയിലകൾ എടുക്കുക, ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അതിൻ്റെ കൂടെ സീമക്കൊന്നൻ്റെ ഇലയൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ പൊള്ളിയാണ്. ആ സീമക്കൊന്നൻ്റെ ഇലയൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കുമ്മായം ഇട്ട് കൊടുക്കുക, അതേപോലെ മണ്ണും ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നെങ്കിൽ നമ്മൾ കുഴിച്ച കുഴിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഡ്രമ്മിലോ, ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലെ തണലുള്ള സ്ഥലത്ത് ഇതിങ്ങനെ കൂട്ടിയിടുക. അപ്പോൾ അതിൽ നമ്മൾ മുതൽ മുടക്കൊന്നുമില്ല, കാരണം കുമ്മായം മാത്രം ചിലപ്പോൾ പൈസ കൊടുത്ത് വാങ്ങണ്ടുള്ളൂ. അപ്പോൾ ഇതിന് എല്ലാം ചാക്കിലാക്കിയാന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി വെക്കാം. കാരണം മണ്ണ് കുമ്മായം ഇടുക, അതേപോലെ തന്നെ കരിയില നമ്മൾ അടിക്കാട് തൊട്ട് മുറ്റത്തും പറമ്പിലൊക്കെ ഉള്ള പച്ചില അടിക്കാടുകൾ, അതുപോലെ സീമക്കൊന്തൊക്കെ കിട്ടാച്ചാൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൂട്ടിയിടുക. എന്നിട്ട് ഒന്ന് ഈർപ്പം എപ്പോഴും നിലനിൽക്കണം. ആ രൂപത്തിൽ നമ്മൾ കണ്ടറിഞ്ഞ് നനച്ചു കൊടുക്കുക. അത് ചിലപ്പോൾ ഡെയിലി നനയ്ക്കേണ്ടി വരും, ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴായിരിക്കും അത്. അങ്ങനെ ഗ്യാപ്പുള്ള സമയത്ത്, നമുക്ക് ഒഴിവുള്ള സമയത്ത്, കാരണം അധികം ആൾക്കാരും ഞായറാഴ്ചയൊക്കെയാണ് കൃഷിയിലേക്ക് ഇറങ്ങുക. അപ്പം ഈ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ഇങ്ങനെ മണ്ണ് റെഡിയാക്കി വെക്കുക. അപ്പം അതൊരു മാസം കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മണ്ണായിരിക്കും, ജൈവാംശമുള്ള മണ്ണായിരിക്കും. അപ്പോൾ ആ മണ്ണിലേക്ക് നമ്മൾ ചെടി ഉടനെ തന്നെ നട്ടാൽ, നമ്മളിനി ഒരു വളം ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെടി ഉടനെ തന്നെ അതിൽ പിടിച്ച് കയറിക്കോളും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ മണ്ണുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എല്ലാ ജൈവാംശമൊക്കെ ഉള്ള മണ്ണാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തിച്ചിട്ട് യാതൊരുവിധ ദോഷമില്ല. അപ്പോൾ നമ്മൾ അമിതമായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടി വരില്ല. കാരണം നൈട്രജനുള്ള വളങ്ങൾ ഒരുപാട് ഇട്ട് കൊടുക്കും. കാരണം ഇതിൽ തന്നെ ഓൾറെഡി നൈട്രജൻ ഉണ്ടാവും. മണ്ണ് ന്യൂട്രലാക്കേണ്ടി വരില്ല, മണ്ണ് ഓൾറെഡി ന്യൂട്രലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്യാപ്പുള്ള ടൈമിൽ നമ്മൾ ഒരുക്കിയിട്ട് അതിലേക്ക് ചെടി മാറ്റി നടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ ചെടിക്ക് നേരിടുക. പെട്ടെന്ന് തന്നെ ചെടികൾ നല്ല വളർച്ചയിലെത്തും. പിന്നീട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്താൽ മതി. ഓരോരോ ടൈമിൽ എന്താണ് ആവശ്യം അതിനനുസരിച്ചിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെടി വാങ്ങി നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങി വെച്ചിട്ട് അപ്പം വെച്ചിട്ട് റെഡിയാക്കാൻ നിൽക്കണ്ട. കാരണം ഇതെന്തായാലും ഇതൊന്ന് റെഡി ആയി വരണം എന്നുണ്ടെങ്കിൽ 1 മാസത്തിൻ്റെ മേലെ സമയം പിടിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഗ്യാപ്പുള്ള ടൈമിൽ ഇങ്ങനെ റെഡിയാക്കി, ലേശം കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ലല്ലോ. ചാക്കിലാക്കുന്നവരെന്നുണ്ടെങ്കിൽ 2-3 ചാക്കിലായിട്ട് ആക്കി വെക്കുക. ഇനി കുണ്ടിൽ എന്നാന്നുണ്ടെങ്കിൽ അതിലേക്ക് എണ്ണ ഇട്ട് കൊടുക്കുക. ഡ്രമ്മിലാണെന്നുണ്ടെങ്കിൽ വേറെ ഡ്രമ്മിലൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി വെക്കുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് വളമായിട്ടും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇടയ്ക്കിടയ്ക്ക് മണ്ണിൻ്റെ നട്ട ചെടീൻ്റെ ചുവട്ടിൽ തന്നെ ഇത് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുക. കാരണം അതിൽ NPK എന്തായാലും ഉണ്ടാവും, നൈട്രജൻ കൂടുതലായിരിക്കും അതിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ റെഡിയാക്കി ചെടി നട്ടാൽ നല്ല വളർച്ചയിലെത്തുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു സുഹൃത്ത് ഇപ്പോൾ 2-3 ആൾക്കാർ ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് വളം നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ ഈ തേങ്ങാ പിണ്ണാക്ക് വളം നമ്മൾ കൊടുക്കാൻ പറ്റുമോ, രണ്ടിനും ഒരേ ഗുണങ്ങളാണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കടലപ്പിണ്ണാക്ക് വളം പോലെ തന്നെ തേങ്ങാപ്പിണ്ണാക്ക് വളം നമ്മൾ കൊടുക്കുക. ഇപ്പോൾ കടലപ്പിണ്ണാക്കിലാണെന്നുണ്ടെങ്കിൽ NPK റേഷ്യോ വരുന്നത് 7% നൈട്രജനാണ് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ 1.5% ഫോസ്ഫറസും 1.5% പൊട്ടാസ്യമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നൈട്രജനാണ് കൂടുതൽ. അതാണ് നമ്മൾ ചെടികൾ ആദ്യഘട്ട വളർച്ചയിലൊക്കെ നമ്മൾ കടലപ്പിണ്ണാക്ക് പൊടിച്ച് പൊട്ടി മിക്സിയിൽ ചേർത്തിട്ടും അതേപോലെ സ്ലറി ആക്കിയിട്ടൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത്. അതേപോലെ തേങ്ങാപ്പിണ്ണാക്കിലാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പിണ്ണാക്കിൽ NPK റേഷ്യോ വരുന്നത് 3% നൈട്രജനും 2% ഫോസ്ഫറസും 2% പൊട്ടാസ്യമാണ്. അയച്ചാൽ നൈട്രജൻ്റെ അളവ് നമ്മളെ പൊട്ടാസ്യത്തിനും ഫോസ്ഫറസിനും അപേക്ഷിച്ചിട്ട് 1% കൂടുതലെന്നുള്ളൂ. അതേ സ്ഥാനത്ത് കടലപ്പിണ്ണാക്കിനെ അപേക്ഷിച്ചിട്ട് നൈട്രജൻ്റെ അളവ് 4% കുറവുമാണ്. എന്നിരുന്നാലും നമ്മളെ NPK ഈക്വൽ റേഷ്യോയിൽ അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് നമ്മളെ തേങ്ങാപ്പിണ്ണാക്ക്. അപ്പോൾ തേങ്ങാപ്പിണ്ണാക്കും നമുക്ക് മണ്ണിലിട്ട് കൊടുക്കും. അപ്പോൾ തേങ്ങാപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒക്കെ അധികം നമുക്ക് പൗഡർ രൂപത്തിൽ നമ്മൾ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. പൊടിച്ചിട്ട് നമ്മൾ മണ്ണിലിട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ ഉറുമ്പ് ശല്യം കൂടുതൽ വരും, പ്രത്യേകിച്ച് തേങ്ങാപ്പിണ്ണാക്കിന്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, 3 കൂട്ടം പിണ്ണാക്കിനെ കുറിച്ചിട്ടൊക്കെ. തേങ്ങാപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കമൻറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ ഞാൻ ചെയ്തതാണെന്നുള്ളത്. അപ്പോൾ തേങ്ങാപ്പിണ്ണാക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പൗഡർ രൂപത്തിലാക്കാതെ സ്ലറി ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഉറുമ്പ് ശല്യം നല്ല രീതിയിൽ വരും തേങ്ങാപ്പിണ്ണാക്കൊക്കെ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ തേങ്ങാപ്പിണ്ണാക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ കടലപ്പിണ്ണാക്കും നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഗിവ് അവേ വിന്നേഴ്സ് ആയിട്ടുള്ള 2 ആൾക്കാരും ഇന്നലെ മിനിഞ്ഞാന്നും ആയിട്ട് പ്ലാന്റ്സ് പോയിട്ട് എടുത്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് തന്നെയാണ് എടുത്തിട്ട്, കായോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അവരെടുത്തിട്ടുള്ളത്. ഒരു പ്ലാന്റ്സ് ആയിട്ടല്ല, 4-5 പ്ലാന്റ്സ് പൂത്തിട്ടും കായ്ച്ചിട്ടുള്ള 4-5 പ്ലാന്റ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്നോട് പലരും ചോദിക്കുന്നതാണ്, നിങ്ങളെ ഈ ചാനലിൻ്റെ പേര് ഗസൽ ഡ്രീംസ് എന്നുള്ളത് ഈ ഗസൽ മക്കളെ പേരാണോ എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ചോദിക്കുന്നത് നിങ്ങളെ മക്കളെ പേര് പിന്നെ എന്താണ് എന്നുള്ളതൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഗസൽ എന്ന് പറഞ്ഞത് എൻ്റെ വീടിൻ്റെ പേരാണ് കേട്ടോ. ഞാൻ എടുത്ത ഈ വീടിൻ്റെ പേരാണ് ഗസൽ എന്നുള്ളത്. എൻ്റെ മക്കളെ പേര്, മൂത്ത മകൻ്റെ പേര് കൈസ് എന്നാണ്. അതേപോലെ 2ാമത്തെ മകൻ്റെ പേര് കയാൻ എന്നാണ്. 3ാമത്തെ ഒരു മോളാണ്, മോളെ പേര് ഗസാന എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി മണ്ണൊരുക്കുമ്പോൾ ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്